ഹായ് ഫ്രണ്ട്സ്, നമുക്ക് വെറും 5 മിനിറ്റിലൊരു ഈസി ആയിട്ടൊരു ഉപ്പുമാവ് ഉണ്ടാക്കിയാലോ? ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. റവ 1 കപ്പാണ് ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള അളവിന് കൂട്ടാം. പിന്നെ എടുത്തേക്കുന്നത് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, തേങ്ങ, ഇഞ്ചിയും പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞത്, കപ്പലണ്ടിയുമാണ്. ആദ്യം നമുക്കൊരു കടായി അടുപ്പത്ത് വെക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യാനുസരണം വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായിട്ട് വരുമ്പം ഒരു നുള്ള് ഉഴുന്ന് ചേർക്കാം. ഉഴുന്ന് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഉഴുന്ന് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ബ്രൗൺ കളർ ആവുന്നോടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് കടുക് ചേർക്കാം. കടുക് ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കപ്പലണ്ടി ചേർക്കാം. കപ്പലണ്ടി നമുക്ക് ഓപ്ഷണലാണ്, ചേർക്കേണ്ടവർക്ക് ചേർക്കാം, അല്ലെങ്കിൽ നമുക്ക് ചേർക്കണ്ട. കപ്പലണ്ടി നല്ലപോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും കൂടി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർക്കണം. അത് നല്ലപോലെ ഒന്ന് വാടി വരണം. ഒത്തിരി വാടരുത്. ഏകദേശം ഒരു കളർ മാറുന്നതും വരെ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്യണം. പിന്നെ നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ക്യാരറ്റ് ചേർക്കണം. ക്യാരറ്റ് വേവുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ക്യാരറ്റൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ശകലം മഞ്ഞൾപ്പൊടി ചേർക്കണം. മഞ്ഞൾപ്പൊടി നമുക്ക് വേണമെന്നില്ല, ഒരു കളറിന് വേണ്ടിയാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. വേണ്ടാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്നിടം വരെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിക്കണം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന റവയുടെ അനുസരിച്ചായിരിക്കണം വെള്ളം എടുക്കേണ്ടത്. ഞാനിപ്പോൾ 1 കപ്പ് റവയാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് 1.5 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. 2 കപ്പാണെങ്കിൽ നമ്മൾ 3 ഗ്ലാസ് വെള്ളമായിരിക്കും എടുക്കുന്നത്. നമ്മൾ റവ എടുക്കുന്ന ആ ഗ്ലാസ്സിനനുസരിച്ചായിരിക്കണം വെള്ളം എടുക്കേണ്ടത്. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർക്കണം. പിന്നീട് തേങ്ങ ചേർക്കണം. തേങ്ങ നമ്മൾ സ്കിപ്പ് ചെയ്യില്ല. തേങ്ങയാണ് നമ്മുടെ ഉപ്പുമാവിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത്. ഈ തേങ്ങ നല്ലതുപോലെ ഒന്ന് വെന്ത് വരണം. നമുക്കിത് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് തുറന്ന് നോക്കാം. തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നല്ലതുപോലെ തിളച്ച് തേങ്ങയും ക്യാരറ്റും എല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് റവ ചേർക്കണം. റവ നമ്മൾ പറഞ്ഞായിരുന്നു 1 കപ്പ് റവയാണ് എടുത്തേക്കുന്നത്. നമ്മൾ ആദ്യം മൊത്തത്തിൽ റവ ഇട്ട് കൊടുക്കല്, ചെറുതായിട്ട് ആദ്യം കുറച്ചിട്ടിട്ടൊന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് നമ്മൾ അടുത്ത കുറച്ച് റവയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറക്കാം. തുറക്കുമ്പോൾ നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു കട്ട പോലും ഇല്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവാണ് റെഡി ആയിരിക്കുന്നത്. നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഉപ്പുമാവ് ഇപ്പം നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് സെർവ് ചെയ്യാം.